السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 94 عن عمر بن الخطاب رضي الله تعالى عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, സ്വഹീഹാകുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്, നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, നിശ്ചയം ഓരോ മനുഷ്യനും അവൻ കരുതിയത് അവന് ലഭിക്കും. നിയ്യത്ത് എന്താണോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, ആ നിയ്യത്തിനനുസരിച്ച് അവന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം തീരുമാനിക്കപ്പെടും. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു, വല്ല ഒരുത്തന്റെയും ഹിജ്റ ആയാൽ, ഇലാ ദുനിയാ യുസീബുഹ, അവന് ലഭ്യമാകുന്ന ദുന്യാവിലേക്കാണെങ്കിൽ, ദുന്യാവ് ലക്ഷ്യം വെച്ചാണ് ഹിജ്റ പോകുന്നത് എങ്കിൽ, ഔ ഇലംറഅതി യൻകിഹുഹ, അല്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ ലക്ഷ്യം വെച്ചാണ് അവന്റെ ഹിജ്റ എങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ അവൻ എന്തൊരു ലക്ഷ്യം വെച്ചാണോ ഹിജ്റ പോയത് ആ ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരുക. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കാക്ഷിക്കേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. അവന്റെ ഹിജ്റ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സാധാരണഗതിയിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ദുന്യാവ് ലക്ഷ്യം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണിനെ ലക്ഷ്യം വെച്ചാണ് ഹിജ്റ പോകുന്നത് എങ്കിൽ അവന്റെ ആ ലക്ഷ്യം ചിലപ്പോൾ സഫലീകരിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് സ്വഹാബികളെ ഉപദേശിച്ച് അവരുടെ മനസ്സ് നന്നാക്കാൻ വേണ്ടി നൽകിയ, പ്രത്യേകിച്ചൊരു സ്വഹാബിയുടെ മനസ്സിലേക്ക് നോക്കി അദ്ദേഹത്തെ കൂടി നന്നാക്കാൻ വേണ്ടി ഉപദേശിച്ച ഉപദേശമാണിത്. അതോടൊപ്പം നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശം ഇവിടെയുണ്ട്. ഓരോ അമലുകളും നിയ്യത്തുകൾ കൊണ്ടാണ് സ്വീകരിക്കപ്പെടുന്നതും സ്വഹീഹാകുന്നതും. എല്ലാ അമലുകളും നിയ്യത്ത് നന്നാക്കുമ്പോൾ പ്രതിഫലാർഹമാണ്. നാം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഹലാലായ കാര്യങ്ങൾ അടക്കം. ആ കാര്യങ്ങളൊക്കെയും ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന രൂപത്തിലാക്കി മാറ്റാൻ നിയ്യത്ത് വെക്കുക. രാവിലെ എഴുന്നേറ്റത് മുതൽ പിന്നീട് നാം ബ്രഷ് ചെയ്യുന്നത്, വുളു എടുക്കുന്നത്, കുളിക്കുന്നത്, ജോലിക്ക് പോകുന്നത്, മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്ത് വെച്ചാൽ അതൊക്കെയും നമ്മുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടും. ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എന്ന നിയ്യത്തോടുകൂടെ പോകുമ്പോൾ അത് മുഴുവൻ ഇബാദത്താണ്. 8 മണിക്കൂറായാലും 12 മണിക്കൂറായാലും അവൻ ചെയ്യുന്ന ആ ജോലി മുഴുവൻ ഇബാദത്തായിട്ട് മാറും. കുളിക്കുമ്പോൾ സാധാരണഗതിയിൽ നിർബന്ധമായ കുളിക്കുമ്പോൾ എല്ലാവരും നിയ്യത്ത് വെക്കാറുണ്ട്. പക്ഷേ സാധാരണ വെറുതെ കുളിക്കുമ്പോൾ അവിടെ ജനങ്ങളുമായി സഹവസിക്കാൻ ഞാൻ സുന്നത്തായ കുളിക്കുന്നു എന്നൊക്കെ നിയ്യത്ത് വെച്ച്, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നിയ്യത്ത് വെച്ച് കുളിച്ചാൽ സുന്നത്തായ കുളിയുടെ പ്രതിഫലം കിട്ടും. ബ്രഷ് ചെയ്യുമ്പോൾ സുന്നത്തിന്റെ നിയ്യത്ത് വെച്ചാൽ അതിനുള്ള കൂലി കിട്ടും. ഭക്ഷണം കഴിക്കുമ്പോൾ ഇബാദത്തിന് ഖുവ്വത്ത് കിട്ടാൻ വേണ്ടി, ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്ന നിയ്യത്തോടുകൂടെ, ജീവൻ നിലനിൽക്കണം എന്നാലേ ഇബാദത്ത് എടുക്കാൻ കഴിയൂ, ഈ ഒരു ലക്ഷ്യത്തോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, എന്ത് ചെയ്യുമ്പോഴുമൊക്കെ നിയ്യത്ത് വെച്ചാൽ അതിനൊക്കെയും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നല്ല നിയ്യത്തോടുകൂടെയായാൽ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ പ്രതിഫലാർഹമല്ലാത്ത ഒന്നുമുണ്ടാകില്ല. എന്ത് ചെയ്താലും അതിന് കൂലി കിട്ടും. നിയ്യത്ത് നന്നാക്കണം.
വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം വെച്ചത് കിട്ടും. ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റിയാണ് ഉദ്ദേശമെങ്കിൽ, സ്ഥാനമാനമാണ് ഉദ്ദേശമെങ്കിൽ അത് ലഭിക്കും, മറ്റൊന്നും ലഭിക്കില്ല. അള്ളാഹു താല നമുക്ക് ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.